സംസ്ഥാനത്തെ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അടുത്ത അധ്യയന വർഷത്തേക്കുള്ള പാഠപുസ്തകങ്ങളുടെ വിതരണം തുടങ്ങി. തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ചു. കഴിഞ്ഞ 10 വർഷമായി കേരളത്തിൽ വിദ്യാർത്ഥികൾക്ക് പാഠപുസ്തകം കൃത്യമായി നൽകിയെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. എന്നാൽ 2016 മുമ്പുള്ള കാലം അങ്ങനെയായിരുന്നില്ല. അധ്യാപകർക്ക് പാഠപുസ്തകം വിദ്യാർത്ഥികൾക്ക് ഫോട്ടോസ്റ്റാറ്റ് എടുത്തു കൊടുക്കേണ്ട അവസ്ഥയായിരുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. 2016 തൊട്ട് മുൻപുള്ള കാലമാണത്. ആ കാലത്ത് നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് ഒട്ടേറെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പാഠപുസ്തകങ്ങൾ കൃത്യമായി ലഭിച്ചിരുന്നില്ല എന്നുള്ളതാണ്. ജൂണിൽ സ്കൂൾ തുറന്നു, അപ്പോഴില്ല. ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ അങ്ങനെ പോവുകയാണ് മാസങ്ങൾ. അപ്പോഴൊന്നും പാഠപുസ്തകം എത്തുന്നില്ല. അപ്പോഴാണ് നമ്മുടെ അധ്യാപകർ വല്ലാതെ പ്രയാസപ്പെടുകയുള്ളൂ. ഇത് കുട്ടികൾക്ക് പാഠപുസ്തകം ഇല്ലല്ലോ. നല്ല സാമൂഹ്യ പ്രതിബദ്ധതയുള്ള അധ്യാപകർ കണ്ടെത്തിയൊരു വഴിയാണ് ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് കുട്ടികൾക്ക് കൊടുക്കുക, പാഠഭാഗങ്ങളുടെ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് കൊടുക്കുക. അങ്ങനൊരു കാലം നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. 2016 മുൻപുള്ള കാലത്ത് അന്നത്തെ സർക്കാർ ഉന്നതമായ സ്ഥാനം വഹിച്ചയാളാണ്. അദ്ദേഹം ഈ പുസ്തകം വിതരണം ചെയ്യുന്നതിനെ പരിഹസിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം പറയാണ്, പണ്ട് എഴുത്തോലയിലാണ് എഴുതി പഠിച്ചിരുന്നത്. എന്താണ് അതിനൊക്കെ പറയുക? എഴുത്തോലയിൽ എഴുതി പഠിച്ചതുകൊണ്ട് ഇന്ന് എഴുത്തോലയിലേക്ക് പോകണമെന്നാരെങ്കിലും പറയുമോ? ആ എഴുത്തോലയിൽ എഴുതി പഠിക്കുന്ന കാലത്ത് അക്ഷരം നിഷിദ്ധമായിരുന്ന ഒട്ടേറെ ആളുകൾ ഈ കേരളത്തിലുണ്ടായിരുന്നു. അവിടുന്നെല്ലാം നാട് മാറി. ആ കഥയിലേക്കൊന്നും ഞാനിപ്പോൾ പോകുന്നില്ല എന്ന് മാത്രം.